ഈശോയ്ക്ക് ഒരായിരം നന്ദി. എൻ്റെ പേര് ജിസ്ന ഏലിയാസ്. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു, തൃശ്ശൂർ. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്, BSc നേഴ്സാണ്. ഞാൻ 2023 സെപ്റ്റംബറിൽ എൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചു. ഞാൻ അതിനുശേഷം IELTS-ന് പോയി. IELTS പാസ്സായി, പക്ഷേ UK പോകാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. ജർമ്മൻ B2 ഫുൾ മൊഡ്യൂൾ കിട്ടി, വൈകാണ്ടനെ കിട്ടി. അപ്പോഴൊന്നും എനിക്ക് കൃപാസനത്തിനെ പറ്റി അറിയില്ലായിരുന്നു. അതിനുശേഷം പ്രോസസ്സിങ്ങൊക്കെ തുടങ്ങി. എൻ്റെ അനിയനും ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് പഠിക്കാനായിട്ട് പോകാൻ നിൽക്കായിരുന്നു. അവൻ്റെയും B2 ഫുൾ മൊഡ്യൂൾ കിട്ടി, പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വിസ വരാനായിട്ടൊരു 3 മാസം അനിയന് ലേറ്റായിരുന്നു. അപ്പോൾ അവന് വിസ വരാണ്ടായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വിസ വന്നു. കോൺട്രാക്റ്റ് കിട്ടിയിരുന്നില്ല. ഒപ്പമുള്ളവരൊക്കെ പോയി, അവന് മാത്രം കോൺട്രാക്റ്റ് കിട്ടിയില്ല. അവനായിരുന്നു അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ ഏജൻസിയിൽ നിന്ന് ടോപ്പ്, പക്ഷെ അവന് മാത്രം പോകാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ മമ്മിയും അനിയനും കൂടിയിട്ട് ഇവിടെ വന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തിരിച്ചു പോണ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയന് അവന് കിട്ടാനായിട്ടിരുന്ന കോൺട്രാക്റ്റ് പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടി. അവനതുവരെ അവർ പറഞ്ഞിരുന്നത് ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിലൊന്നും പോകാനായിട്ട് പറ്റില്ല, ഇനി മാർച്ച് ഇൻടേക്കിലേക്ക് തന്നെയാണ് ഗ്രീനസിന് പോകാൻ സാധിക്കുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് അപ്പോൾ തന്നെ കിട്ടി വിസ, കോൺട്രാക്റ്റ് കിട്ടി. അവന് 4 ദിവസത്തിനുള്ളിൽ ഡേറ്റ് എടുത്ത് അവിടെ എത്തണം എന്ന് പറഞ്ഞ് അവൻ പോയി. മമ്മിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അത് അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് ഒരു ഡോക്യുമെൻറ്റ്, ബഷേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ് ഒരു 5-6 മാസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യം അന്ന് മമ്മി അനിയനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഞാനപ്പോൾ കൊല്ലത്ത് നേഴ്സിംഗ് ജർമ്മൻ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഡോക്യുമെൻ്റ് എനിക്ക് വന്നു. അപ്പോൾ തന്നെ ഞാൻ മമ്മീനെ വിളിച്ച് പറയുമ്പോഴാണ് മമ്മി പറയുന്നത് അനിയനും അവൻ്റെ കോൺട്രാക്റ്റ് വന്നു എന്നുള്ളത്. 2 അത്ഭുതങ്ങളും ഒരേ ദിവസം ഞങ്ങൾക്ക് മാതാവ് നടത്തി തന്നു. അതുപോലെ തന്നെ എൻ്റെ വിസ ഡിസംബർ 1-ാം തീയതി ഞാൻ വെച്ചു, ജർമ്മനിക്ക് ജോബ് വിസയ്ക്കുള്ളത്. അത് വെച്ചു. സാധാരണ കൂടിപ്പോയ 1 മാസത്തിനുള്ളിൽ നേഴ്സുമാർക്ക് കിട്ടേണ്ടതാണ്. 4 മൊഡ്യൂളുണ്ടായിട്ടും എനിക്ക് എൻ്റെ വിസ വരാനായിട്ട് 4 മാസം ലേറ്റായി. അപ്പോൾ ഡിസംബർ 1-ാം തീയതി വെച്ചതിന് ശേഷം ഒരു ജനുവരി 16-ാം തീയതി വരെ എനിക്ക് അതിനെപ്പറ്റി ഒരു മെയിലുകളോ പെൻഡിങ് ഡോക്യുമെൻറ്റ്സോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു കുട്ടി പറഞ്ഞു, കൃപാസനത്തിൽ നീ ഒന്ന് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജാക്കോബൈറ്റാണ്. അപ്പോൾ എനിക്കിതിനെപ്പറ്റിയൊന്നും ആരും അറിവുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയൻ്റെ ഡോക്യുമെൻ്റ് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസം വന്നത് മാതാവിൽ. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനുവരി 16-ാം തീയതി ഞാനും എൻ്റെ മമ്മിയും കൂടിയിട്ട് കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് ഇവിടുന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു. അതായത് ജർമ്മനിയിലെ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ മിസ്സിങ് ആണ്, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചയക്കണം എന്ന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ ആ മെയിൽ റിപ്ലൈ ചെയ്ത് അത് ഏജൻസിയിലൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ ഒരു മാർച്ച് 10-ാം തീയതി വരെ എനിക്ക് വേറെ ഒരു മെയിൽ വന്നിട്ടില്ല. അതിന് റിപ്ലൈ ആയിട്ടോ ഒരു കാര്യങ്ങളും മെയിൽ വന്നിട്ടില്ല. അപ്പോഴും ഞാൻ മെയിലൊക്കെ അയക്കണുണ്ട് എംബസിക്കൊക്കെ, പക്ഷേ എനിക്കൊരു റിപ്ലൈയും അവർ തന്നില്ല. അങ്ങനെ മാർച്ച് 10-ാം തീയതി ഞാൻ വീണ്ടും കൃപാസനത്തിൽ മമ്മിയോടൊപ്പം വന്നു. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഡോക്യുമെൻറ്റും കൂടി അയക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ അയച്ചു. ആ ഡോക്യുമെൻറ്റും കൂടി ഞാൻ അയച്ചു. അപ്പോൾ എനിക്ക് കൃപാസന മാതാവിലൊക്കെ ഒരു വിശ്വാസം വന്നു. അപ്പം മമ്മിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുക, നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾ ഉടമ്പടി ശരിക്കത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നടത്തി തരും മാതാവ് എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടും പറഞ്ഞു, അവളും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറയണ കേട്ടിട്ട് ഇവിടെ വന്ന് മമ്മി ഉടമ്പടി എടുക്കാമെന്നാണ് പറഞ്ഞത്. എനിക്കിത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പോ എനിക്ക് ആ ഒരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പടി വരെ വന്നത്.
അപ്പം മമ്മി എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉള്ള ആവശ്യം വിസ എൻ്റെയാണ്, അപ്പം ഞാനല്ലേ ഉടമ്പടി എടുക്കണ്ടേന്ന് എനിക്കുള്ളിൽ തോന്നി. അങ്ങനെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. ഞാനും മമ്മിയും കൂടി ഇവിടെ വന്ന് രണ്ടുപേരും ഉടമ്പടി എടുത്തു, നിയോഗങ്ങളൊക്കെ വെച്ച്. അത് കഴിഞ്ഞ് തിരിച്ചു പോയി. ഇപ്പോഴും എനിക്കൊരു മെയിൽ വന്നു, അതായത് നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ് കൂടി, അതായത് റീസെൻ്റായിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് നിങ്ങളുടെ എക്സ്പയർഡായി, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തിരിച്ചയക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മെയിൽ അയച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥനകളൊക്കെ മര്യാദയ്ക്ക് തന്നെ സമയത്തിനും രാവിലെയും വൈകുന്നേരം സായന പ്രാർത്ഥനയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതിനുശേഷം മാർച്ച് 20 കഴിഞ്ഞ കൊല്ലം 2024 മാർച്ച് 20 എൻ്റെ ജർമ്മൻ്റെ 2 മൊഡ്യൂൾ ഞാൻ എഴുതിയത്. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും വാലിഡിറ്റി തീരണത് മാർച്ച് 20 അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, മാതാവേ മാർച്ച് 20 എൻ്റെ 2 മൊഡ്യൂളിൻ്റെ വാലിഡിറ്റി തീരും, അപ്പം എൻ്റെ B2ൻ്റെ 2 മൊഡ്യൂളാണ്, ഇനി ഞാനത് എഴുതാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല, കിട്ടുമെന്ന് ഉറപ്പില്ല, കാശും ചിലവ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മാർച്ച് 20 ഞാൻ മമ്മി പറഞ്ഞു കൃപാസനം വരെ ഒന്ന് പോകുമെന്ന് പറഞ്ഞു. കാരണം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് മാതാവ് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം അതിന് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാർച്ച് 20 ഇവിടെ വന്നു. ഇവിടേക്ക് വരാണ് ഞാൻ ബസ് കയറി, ഞാൻ പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡും ഒക്കെ കേട്ട് ബസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു SMS വന്നു, നിങ്ങളുടെ പ്രോസസ്ഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ബാംഗ്ലൂരിൽ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല അത് ഇപ്പം ഈ വിസയുടെ തന്നെയാണോ എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അപ്പം തന്നെ മമ്മീനെ വിളിച്ചു പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്ക്, മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് നന്നായി പ്രാർത്ഥിക്ക്, അത് വിസയുടെ തന്നെ ആവാനായിട്ട് നന്നായി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറൊരു SMS-ഉം ഒരു മെയിലും കൂടി വന്നു. ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അത് എൻ്റെ വിസ എനിക്ക് ഡിസ്പാച്ചറായിട്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ മെയിൽ വന്നതും SMS വന്നതും. മാർച്ച് 20 കൃത്യം എൻ്റെ ഒരു വർഷം B2ൻ്റെ 2 മൊഡ്യൂൾ തികയണമെന്ന് തന്നെ എനിക്ക് ഡിസ്പാച്ചർ വന്നിട്ടുള്ളൊരു മെയിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വിസ വരാണെങ്കിൽ തന്നെ വിസ കയ്യിൽ കിട്ടിയിട്ട് അപ്രൂവ്ഡ് ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് വന്നോളാം, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച എനിക്ക് മാർച്ച് 20 വിസ വന്നു. മാർച്ച് 23 തിങ്കളാഴ്ച എനിക്ക് രാവിലെ ബ്ലൂ ഡാർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്ന് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാധവൻ്റെ കാശ് രൂപമൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് പോയി വിസ വാങ്ങാനായിട്ട് ബ്ലൂ ഡാർട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ മാധവൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ എനിക്ക് ധൈര്യമില്ലാത്ത തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഏജൻസി ആണെന്നുണ്ടെങ്കിലും എനിക്ക് പരിചയമുള്ളവരൊക്കെ പറഞ്ഞത് ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിലും കാര്യമില്ല, 4 മാസം കഴിഞ്ഞതായതുകൊണ്ട് മിക്കതും അത് റിജക്ഷനായിരിക്കും, വിസ റിജക്ഷനായിരിക്കും വന്നിട്ടുണ്ടാവുക, അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എനിക്ക് അപ്രൂവ്ഡ് ആയിരുന്നു. അങ്ങനെ എനിക്ക് വിസ അപ്രൂവ്ഡാക്കി തന്നു മാതാവ്. അതിനുശേഷം എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ മുമ്പ് ഞാൻ കൊല്ലത്ത് ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൊറോണയ്ക്ക് ശേഷം എൻ്റെ സൗണ്ട് ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ ഇത്രയും പോലെ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. എൻ്റെ തൊണ്ടയിൽ എനിക്കൊരു നൊഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നൊഡ്യൂൾ സർജറി ചെയ്ത് കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പാടില്ല. എനിക്കൊരു 3-4 മാസമൊക്കെ കണ്ടിന്യൂസ് വോയിസ് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കൊല്ലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സൗണ്ടില്ലാണ്ട് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു വാർഡൻ ഉണ്ടായിരുന്നു എനിക്ക് ഹോസ്റ്റലിൽ. ആ വാർഡൻ കൃപാസനത്തിൽ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർഡൻ്റെ അടുത്ത് ഞാനിങ്ങനെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം ചോദിച്ചു, എന്തെങ്ങനെ സൗണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തൊണ്ടയിലൊരു നൊഡ്യൂളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ്, തൊണ്ടവേദനയാണ്, സംസാരിക്കാനൊന്നും പറ്റില്ല. കണ്ടിന്യൂസ് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തന്നെ തൊണ്ടവേദന വരും, പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ വാർഡൻ എനിക്ക് കൃപാസനത്തിലെ തൈലവും അതുപോലെ ഉപ്പും എനിക്ക് കാണിച്ചു തന്നിട്ട് ആൾ രാത്രിയാവുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് തൈലം എൻ്റെ തൊണ്ടയിൽ പരറ്റി പ്രാർത്ഥനയൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി എനിക്ക് തൊണ്ടയിൽ പരറ്റി തന്ന് എൻ്റെ വാർഡനെ എനിക്ക് പ്രാർത്ഥിച്ചു തന്നായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എനിക്ക് കുടിക്കാനായിട്ട് തരുമായിരുന്നു. അങ്ങനെ ഒരു 4-5 ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ജിസ്നൊന്ന് അത് ചെയ്തു നോക്ക്, ഞാൻ ചെയ്തു തരാം,
നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും അതിനുള്ളൊരു മറുപടി ഉണ്ടാവും എൻ്റെ അടുത്ത് വാർഡൻ പറഞ്ഞായിരുന്നു. അതുപോലെ ഞാനൊരു 3-4 ദിവസങ്ങളിൽ അങ്ങനെ ചെയ്തോടുകൂടി എനിക്ക് എൻ്റെ തൊണ്ടയിലെ വേദനയോ ആ പറയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മാറ്റി തന്നു. ഇപ്പോഴാണെങ്കിൽ കൂടി എനിക്ക് ഇടയ്ക്കെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം തൈലെടുത്ത് പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ തൊണ്ടയിൽ തേക്കും. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഉപ്പ് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ കുടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ എനിക്കൊരു ആശ്വാസം കിട്ടും. പ്രത്യക്ഷീകരണ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ചിലവരൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ വേണ്ട എന്നുള്ളൊരു മനോഭാവമാണ്. എന്നാലും ഞാൻ എൻ്റെ അനുഭവം അതുപോലെ എനിക്ക് വീട്ടിലുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ് മാക്സിമം അവരെ അവയർനെസ് അവർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ ഒപ്പം പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങളിപ്പോൾ പരീക്ഷ പാസ്സായില്ലെങ്കിൽ അല്ലെങ്കിൽ വിസയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൃപാസനത്തിൽ പോയിക്കോ, ഉടമ്പടി എടുത്തോ, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയാൽ മതി, നിങ്ങളെ വീണ്ടും മാതാവ് അവിടേക്ക് എത്തിക്കുന്നുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട്. കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പോണ വഴിയിൽ ആരെങ്കിലും ഞാൻ കാണാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഒന്നില്ലെങ്കിൽ ഞാനും മമ്മിയും കൂടി പോകുമ്പോൾ കയ്യിലൊരു 3-4 പൊതി ചോറ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കയ്യിൽ പിടിക്കും. വഴിയിൽ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് അത് കൊടുക്കും. ഇപ്പം അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ സ്നാക്സായിട്ട് കയ്യിൽ പിടിച്ചവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ കടയിൽ വെച്ച് കാണുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കൊടുക്കും ചെയ്യാറുണ്ട്. പിന്നെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാറുണ്ട്, കുർബാന കാണാറുണ്ട്, ബൈബിള് വായിക്കാറുണ്ട് എല്ലാ ദിവസവും. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കണ്ടിട്ടാണ് പിന്നെ ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. ഉടമ്പടി ഇന്നേ വരെ എനിക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് കരുതിയ ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായി എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. വിസ വന്നിട്ടും ടിക്കറ്റിൻ്റെ കാര്യം എടുക്കാനായിട്ട് ശരിയാവാത്തതിൻ്റെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അതും പറഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു, മാതാവ് ഇപ്പോൾ യുദ്ധമൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ടിക്കറ്റിന് ഇപ്പം നല്ല റേറ്റും ഉണ്ട്, അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റേറ്റിൽ എനിക്ക് ടിക്കറ്റ് എടുത്തതെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മറ്റന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇനിയിപ്പോൾ ജർമ്മനി പോയാൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ആണ് എൻ്റെ ആഗ്രഹം. കണ്ടിന്യൂ ചെയ്യും. എന്നെ ഇവിടെ വരെ എത്തിച്ച് എനിക്ക് അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഭാഗ്യം ഒരുക്കി തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം തിരുവചനം. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ജിസ്ന എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അൾത്താരയിൽ മകൾ ഏറ്റുപറഞ്ഞത്. മകളൊരു ജാക്കോബൈറ്റ് വിശ്വാസിയാണ്. നമുക്കറിയാവുന്ന പോലെ സങ്കീർത്തനങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്, ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. ജെറുസലേം ദേവാലയത്തിലേക്ക് ഇസ്രായേൽക്കാർ തിരുനാൾ ആഘോഷിക്കാനായി പോകുമ്പോഴെല്ലാം, വർഷത്തിൽ 3 തിരുനാളുകളാണ് യഹൂദർക്കുള്ളത്. അതിൽ തിരുനാൾ ആഘോഷിക്കാൻ പോകുമ്പോഴെല്ലാം ഇസ്രായേൽക്കാരുടെ സന്തോഷം വളരെ അതീവമായ സന്തോഷത്തോടു കൂടിയാണ്. ജെറുസലേം എന്ന് ഓർക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. ജിസ്ന അതുപോലെ തന്നെയാണ് ഒരു സാക്ഷ്യം ഇവിടെ ഏറ്റു പറയുന്നത്. ഞാൻ എപ്പോഴെല്ലാം കൃപാസനത്തിൽ വന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എനിക്കൊരു സമ്മാനവുമായിട്ടാണ്, ഒരു അനുഗ്രഹവുമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാറുള്ളത്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്താൽ അതിൻ്റെ ഒരു വ്യത്യാസം വലുതാണെന്നും. ഇവരുടെ ഈ കുടുംബം ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് പോകുമ്പോൾ തൻ്റെ സഹോദരൻ്റെ വിസ ശരിയായതും, അതുപോലെ തന്നെ ഈ മകൾ ഇവിടെ വന്ന് പോകുമ്പോൾ പെൻഡിങ്ങായി നിന്നിരുന്ന ഓരോ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള മെയിൽ വന്നതും എല്ലാം ഉടമ്പടി എടുത്തപ്പോഴാണ് എല്ലാത്തിനും ഒരു ചലനമുണ്ടായതെന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത്.
ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണത്. നാം ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഉടമ്പടി നാം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും മധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ഈശോയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ തന്നെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന വലിയ അനുഭവങ്ങളാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മകൾക്കുള്ള ചെറിയ ചെറിയ നീക്കങ്ങളിൽ പോലും ഈ മകൾ ഹോസ്റ്റലിലായിരുന്നപ്പോൾ വാർഡൻ തന്നെ ഈ മകളുടെ സ്വരം ശരിയാകാൻ വേണ്ടി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായി. ഇതെല്ലാം ഒരു ആത്മീയ അധികാരമാണ്. ഉടമ്പടി എടുത്ത മക്കൾക്ക് മാത്രമേ ആ അധികാരത്തോടു കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. അത് പ്രവർത്തിക്കുമ്പോൾ, അതിൻ്റെ ആ പ്രയോഗത്തിൽ പ്രാർത്ഥനാപൂർവ്വം ചെയ്യുമ്പോൾ മാത്രമേ അത് ആക്ടിവേറ്റ് ആവുകയുള്ളൂ എന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരും ഉടമ്പടി ചെയ്യുന്നുള്ളത് നമുക്ക് സ്വകാര്യമായി സ്വാർത്ഥരായി ഇരിക്കാനോ ചിന്തിക്കാനോ വേണ്ടിയല്ല. നമ്മെ കൂടുതൽ ഓപ്പൺ ആകാനും ജനറസ് ആകാനും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും മറ്റവരുടെ നിയോഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനും എന്നെപ്പോലെ ലോകം മുഴുവൻ വേദന അനുഭവിക്കുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയുള്ള ഒരു വലിയ ദൈവവിളി കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ജിസ്ന വളരെയധികം സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടി പറഞ്ഞ ഈ സാക്ഷ്യത്തിന് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെയും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെയും വിസ പ്രോസസ്സിങ്ങിലാകാതിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.